ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സുസ്വാഗതം. ഈ സുസ്വാഗതം ഇച്ചിരി ബോറായി പോകുന്നുണ്ടോ? കുഴപ്പമില്ലായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കോളേജിൽ ലാബ് എക്സാമാണ്. മൺഡേ തൊട്ട് ഇൻറ്റേർണൽ ലാബ് എക്സാമും ഫൈനൽ എക്സാമൊക്കെയാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻസാണ്. അതായത് എങ്ങനെയൊക്കെ നമ്മൾ എല്ലാം ഒന്ന് നോക്കി വെക്കണം, പഠിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. അങ്ങനത്തെ ഒരു ഡേ ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീട്ടിലോട്ട് പോകുന്നതിന് ഇന്ന് നമ്മൾ സർപ്രൈസായിട്ട് ഞങ്ങൾ 2-3 പേരുടെ ബർത്ത്ഡേയ്സ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ മിസ്സായിട്ടുണ്ടായിരുന്നു. അതായത് മെയിൻ വെക്കേഷൻ സമയത്ത് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മൺഡേ പാർവതിയുടെ ബർത്ത്ഡേ ആയിരുന്നു. മൺഡേ പാർവതി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കതൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് 3 പേരുടെയും ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യണം. അതായത് അവർക്കൊരു ഐഡിയ ഇല്ല. ഈ കഴിഞ്ഞവരെന്തായാലും വിചാരിക്കില്ല ഇന്ന് എന്തായാലും അവർക്ക് സർപ്രൈസ് കിട്ടുമെന്ന്. എന്നിട്ട് പാർവതിയുടേതും ഇപ്പോൾ ട്യൂസ്ഡേ വെനസ്ഡേ ആയി. വെനസ്ഡേ ഞങ്ങൾക്ക് ഹോളിഡേ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. എന്താ ഉണ്ടാവുക, ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നതൊക്കെ കറക്റ്റായിട്ട്. ഓക്കെ, ബൈ. ഇതിനകത്ത് കിട്ടുമോ നോക്കി. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന എലിപ്സാണ്. എലിപ്സ് എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഡോണി അറിയാതെ ജയലക്ഷ്മി, നമ്മൾ 3 പേരുടെ ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്ദന MP, ജയലക്ഷ്മി, പാർവതി. അപ്പോൾ അതിൽ ജയലക്ഷ്മി ഇവിടുത്തെ ആർക്കും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഡൊണേഷൻ അറിയാതെ കേക്ക് കട്ടിങ് ഇല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഈ ഇടയ്ക്ക് കഴിഞ്ഞത്, അതായത് ഈ കഴിഞ്ഞ മൺഡേ ആയിരുന്നു പാർവതിയുടെ ബർത്ത്ഡേ. അപ്പോൾ ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഇവരെല്ലാവരെയും വിളിച്ചിട്ട് ബാക്കി 2 പേരുടെയും കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ അവർക്ക് സന്തോഷമാകുമല്ലോ. ഇപ്പോൾ റൗണ്ടിൽ നടക്കുവാണ്. കേക്ക് ഞാൻ ആദ്യം നടന്നു പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശേഷം പെട്ടെന്ന് നന്ദന എൻ്റെ ഉച്ചയ്ക്ക് പോവും. അപ്പോൾ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ സ്കൂട്ടർ എടുക്കാമെന്ന് വിചാരിച്ച് നമുക്ക് സ്കൂട്ടർ എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കയറാൻ പോവുകയാണ്. അവരെല്ലാം ലാബിലാണ്. ഞാൻ നമ്മളെ ക്ലാസ്സിൽ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് വന്നിട്ടാണ് നമ്മുടെ ക്ലാസ്. ഇവിടെ ആരുമില്ല, കാരണം എല്ലാവരും ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക്. നമുക്കിത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ എവിടെ സെറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയൊന്നുമില്ല. നമുക്ക് ഓർക്കണം ഇവിടെ സെറ്റ് ചെയ്യാം. ഇതല്ലേ നമ്മുടെ ക്ലാസ്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതേ സെറ്റ് ചെയ്തുകൊണ്ട് കത്തി എന്തി. അയ്യോ, കത്തി അതിലിരിക്കും. 1 മിനിറ്റ് ഉയർത്ത് നമുക്ക് നോക്കാം. എൻ്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ സർപ്രൈസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ സർപ്രൈസ് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നോക്കാം, റിയാക്ഷൻ നോക്കാം. കുറച്ച് പേർക്ക് അറിയാം, പക്ഷെ 3 പേരുടെയും സെലിബ്രേറ്റ് ചെയ്യുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്യൂലേ. കാണുന്നില്ല എവിടെ. അതേ വരുന്നുണ്ട്. മെയിൻ 2 ഇത് വരുന്നു. നമുക്ക് ഓടാം. ഓക്കെ, നമ്മളെ കേക്കിൻ്റെ ഇപ്പോൾ സൈഡിൽ എന്തോ പറ്റി എനിക്കറിഞ്ഞൂടാ. ഞാൻ കൊണ്ടുവന്നപ്പോഴാണോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് കിട്ടിയപ്പോഴും എങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെ നിൽക്കാം അല്ലേ, അപ്പോൾ റിയാക്ഷൻ കിട്ടും.
ഒന്ന് മേടിച്ച് പാർവതി കണ്ടിട്ട് സായിപ്പല്ലേ പോലെ ഉണ്ടല്ലേ. ഇന്നത്തെ ഡേ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇനി എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നുള്ളത് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ അടുത്ത വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.